മനുജ, നിലമ്പൂർ ബൈപോൾ കഴിഞ്ഞിട്ടും ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിലെല്ലാം തന്നെ സ്വരാജിന്റെ പേരാണ്. അതിന് കാരണം സ്വരാജിന്റെ നിലപാടുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നമ്മൾ കേട്ടതാണ്. സത്യാനന്തരം എന്നൊക്കെയുള്ള വാക്കൊക്കെ ഉപയോഗിച്ച് കുറെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ട്രോളന്മാർ ആഘോഷിച്ചതും സ്വരാജിന്റെ തോൽവിയാണ്. മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് സ്വരാജിനെ ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് സ്വരാജിന് തോൽവിക്ക് പിന്നാലെ മറ്റൊരു ബഹുമതി കൂടി കൊടുത്ത്, അതായത് പുരസ്കരിച്ച് ദണ്ഡപ്പെടുത്തിയത് സർക്കാർ കേരള സാഹിത്യ അവാർഡ് നൽകി. അതിനകത്ത് പൂക്കളുടെ പുസ്തകം എന്ന് പറഞ്ഞൊരു അതിനുവേണ്ടി അതിനകത്തെ ഇതിനു വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും അതിനെ ചൊല്ലി തർക്കങ്ങൾ വരുന്നു. മുഖ്യമന്ത്രിയുടെ സ്നേഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചർച്ചകൾ പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ സ്വരാജ് ഇപ്പോൾ എയറിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥയാണ്. അത് നോക്കൂ ശരത്തി, എം സ്വരാജിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയായി പൊതുവിൽ ആളുകൾ കാണുന്നത് വളരെ വിജ്ഞാനമുള്ള, നല്ല ഭാഷയിൽ സംസാരിക്കുന്ന, എഴുത്ത് ഭാഷയിൽ സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന ആളെന്ന രീതിയിലാണ്. ഈ CPM പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി രീതികൾക്കൊരു പ്രധാന പ്രത്യേകത, അവരെന്ത് സംഭവിച്ചാലും അതിനെ ന്യായീകരിക്കാൻ കുറച്ച് സൈദ്ധാന്തികരുണ്ടാകും. അങ്ങനത്തെ ഒരു സൈദ്ധാന്തിക ഗണത്തിൽ വരുന്ന ഒരാളാണ് സ്വരാജ്. അതുകൊണ്ടാണ് ഈ സത്യാന്തരകാലം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. സ്വരാജിനോട് പോയിട്ട് മനസ്സിലായില്ല ഇതിൻ്റെ ശരിക്കുള്ളൊരു അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വരാജിനല്ല. അപ്പോൾ ഈ എഴുതി വെച്ചത് കാണാതെ പഠിക്കുക, പറയുക എന്ന രീതിയിലൊക്കെ ഇവരിപ്പോഴും ഭാഷ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ്. പക്ഷേ ഈ പൂക്കളുടെ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം വിവാദങ്ങൾ കഴിഞ്ഞ് കുറേ നാളുകളായി നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ ഈ വിവാദം ആദ്യം കാണുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. ഈ സത്യാനന്തര കാലമൊക്കെ വലിയ വായിൽ പറയുന്ന പൂക്കളുടെ പുസ്തകത്തെ ഒരു ഗവേഷണ പുസ്തകമായി കണക്കാക്കുന്ന സ്വരാജിൻ്റെ പുസ്തകത്തിൽ കാളിദാസൻ്റെ മാളവികാഗ്നിമിത്രത്തിൽ കുറച്ച് ഭാഗങ്ങൾ എടുത്തു കാണിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാക്ട്ലി അത് യാതൊരു സോഴ്സും ഇല്ലാത്ത വിക്കിപീഡിയ പേജിൽ നിന്ന് അതുപോലെ കോപ്പി അടിച്ച് എഴുതി വെച്ചതാണെന്നും മാളവാഗ്നിമിത്രത്തിലെ വരികളല്ല ഇതെന്നും സ്ഥാപിക്കുന്ന തെളിവുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നു. ശ്രീതവണിക്കൻ്റെ ചാനൽ ഉൾപ്പെടെ അതുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പുസ്തകത്താണ് യാതൊരു റിലയബിലിറ്റിയും ഇല്ലാത്ത, യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു പുസ്തകത്തിനാണ് ഇപ്പോൾ നിലമ്പൂരിൽ പരാജയപ്പെട്ടല്ലോ, പോട്ടെ സാരമില്ല, അവാർഡ് കൊണ്ട് തൃപ്തിപ്പെട്ടോളൂ, അല്ലെങ്കിൽ കരയണ്ട ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് കൊടുത്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്വരാജിൽ എനിക്കറിയില്ല ഇതെങ്ങനെയാണ് സ്വരാജിൻ്റെ പുസ്തകം വന്നത്. VT ബൽറാം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭ്യമാകണമെങ്കിൽ പുസ്തകങ്ങൾ വെച്ച് ഒന്നെങ്കിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ അപേക്ഷിക്കണം, പ്രസാധകനൊക്കെ അപേക്ഷിക്കണം. ഈ അവാർഡ് ലഭിച്ചത് ഉടനെ എം സ്വരാജ് പറഞ്ഞിരുന്നൊരു കാര്യം, എല്ലാ തവണത്തെയും പോലെ തന്നെ അവാർഡ് ഞാൻ സ്വീകരിക്കില്ല എന്നൊരു പ്രസ്താവന നടത്തി. അപ്പോൾ അപേക്ഷിക്കാത്തൊരു പുസ്തകത്തിന് എങ്ങനെ അവാർഡ് കിട്ടിയെന്നൊരു ചോദ്യം VT ബൽറാം ചോദിക്കുന്നുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ സാങ്കേതികത്വം എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ ഇതൊരു എന്താ പറയുക, ഞാനൊരു വലിയ സംഭവമാണ്, എന്നെ ഞാൻ തന്നെ ഗ്ലോറിഫൈ ചെയ്തോളാം എന്ന് പറയുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം എനിക്കിതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു പ്രബന്ധം അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിന് അവാർഡ് വിൻ ചെയ്ത സമയത്ത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് റാം കെയർ ഓഫ് ആനന്ദിക്ക് അഖിൽ P ധർമ്മജന് ലഭിക്കുന്നത്. ആ സമയത്ത് വലിയ രീതിയിൽ ഇതിനെ വിമർശിച്ചിരുന്ന സോക്കോൾഡ് സാഹിത്യകാരൻ, ഇന്ദുമേനോൻ അടക്കമുള്ള സാഹിത്യകാരന്മാർ ഇതിനോടൊന്നും മിണ്ടിയിട്ടില്ല. കാരണം എന്താണ്, സ്വരാജിനെയൊക്കെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമാണ്. കാര്യം സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്നും പറഞ്ഞ് പോസ്റ്ററിൽ ഇറക്കി എല്ലാവരെയും വണ്ടി പിടിച്ച് അവിടെ കൊണ്ടുവന്ന് നിലമ്പൂരിലിട്ട് പ്രസംഗിപ്പിച്ചിട്ട് പോലും സ്വരാജിന് വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പ്രീണിപ്പിച്ചാൽ മാത്രമാണ് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ടാണ് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഈ പുസ്തകത്തിന് അവാർഡ് കിട്ടിയിട്ട് പോലും ഒരക്ഷരം ആരും മിണ്ടിയിട്ടില്ല. നമ്മളതാണ് നോക്കേണ്ടത്. ഇത് ഒരു നമുക്ക് സ്വരാജിനെ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയക്കാരനാണോ അതോ സാഹിത്യകാരനാണോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം സാഹിത്യകാരനായ രാഷ്ട്രീയക്കാരൻ എന്ന രീതി ലേബലിലാണ് വരാൻ നോക്കിയത്. നല്ല രാഷ്ട്രീയക്കാരനെന്ന് പറയാൻ കാര്യം നല്ല രീതിയിൽ നിൽക്കാൻ അറിയാം, പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ലെങ്കിലും രാഷ്ട്രീയക്കാരാണ്, പക്ഷെ ജനകീയനല്ല എന്നുള്ള സത്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് നിലമ്പൂരിൽ ഉണ്ടാക്കിയേനെ എന്ന് പറയാം. ഇപ്പോൾ നിന്നിടത്തെല്ലാം തോറ്റുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ പറയില്ല, അതിനകത്ത് പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ മൂവാണ് സ്വരാജ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊന്നും ഒരു പ്രതികരണം തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം നടത്തേണ്ട നിലപാട് അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഇവിടെ എന്ത് പറയാനാണ്, ഈ ഒരു അവാർഡ് വരുമ്പോൾ നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. അത്
നമ്മൾ അങ്ങനെയല്ലോ അതിനകത്ത് വേണ്ടത്. ഈ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ തോൽവിയിൽ KS അരുൺകുമാർ നടത്തുന്ന ഇവരുടെ സ്ഥിരമായ ഒരു ടാക്ടിക്സ് ആണത്. ചെഗുവേര ചോദിച്ചു, ഫിദൽ നമ്മൾ തോറ്റുപോയാൽ എന്ത് ചെയ്യും? ഫിദൽ കാസ്ട്രോ മറുപടി പറഞ്ഞു, പോരാട്ടം തുടരും. അപ്പൊ ഇതൊക്കെ ക്യാപ്സ്യൂളിന്റെ ബഹളമാണ്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? നിങ്ങളത് നമുക്ക് ഫിദൽ കാസ്ട്രോ ക്യൂബയിൽ അധികാരം പിടിച്ചെടുത്തത് വിപ്ലവത്തിലൂടെയാണ്. അതായത് ജനാധിപത്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ അവരുടെ മാനിഫെസ്റ്റോയിൽ പോലും ജനാധിപത്യം എന്ന് പറയുന്നതിനെ അവർ അംഗീകരിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റമുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ വിശ്വസിക്കുന്ന ഇവരൊരു ജനാധിപത്യ പ്രക്രിയയിലെത്തിയപ്പോൾ തോറ്റുപോയി എന്നത് അംഗീകരിക്കാതെ തോറ്റത് നിലമ്പൂരാണ്, മെഴുകുകയാണ്. എക്സാക്ട്ലി ആ വേർഡാണ് ഉപയോഗിക്കേണ്ടത്, മെഴുകുകയാണ് കടന്നുകൊണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ എം സ്വരാജ് ഏതെങ്കിലും തരത്തിൽ ഇനിയെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉള്ള നേതാവാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നമുക്ക് സ്വരാജ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പറയുന്നു, ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ അതൊരു സ്വതന്ത്ര സമരമായി പ്രഖ്യാപിക്കുന്നു. അപ്പം ഇവർക്ക് ആരോടാണ് പ്രതിബദ്ധത? ഇവർക്ക് ആരോടാണ് സ്നേഹം? ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും ബോധമുണ്ട്? അപ്പോൾ ഒരു ഫാബ്രിക്കാണ് ശരത്. അതായത് ഞാനൊരു വലിയ സംഭവമാണ്, എനിക്ക് കുറച്ച് നല്ല രീതിയിൽ നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയാം, കുറച്ച് ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കാനുള്ളൊരു കഴിവ് കൂടിയുണ്ട്, അതുകൊണ്ട് ഞാൻ മികച്ച ഒരു വാഗ്മിയാണ്, ഞാനൊരു സൈദ്ധാന്തികനാണ്, ഞാനാണ് എന്താ പറയുക CPM-ന്റെ നമ്മൾ മറ്റേ സന്ദേശ സിനിമയൊക്കെ എങ്ങനെയാണല്ലേ ഒരു എവർഗ്രീൻ ഫിലിം ആവുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിൽ പാർട്ടി ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മളൊക്കെ പോവാത്തതുകൊണ്ടായിരിക്കും ഈ ഭാഷയും അല്ലെങ്കിൽ ഈ അവാർഡിനെ കുറിച്ചുള്ള സാങ്കത്യം ഒക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ വിനീത വിധേയരായി ഞങ്ങളെ ക്ഷമിക്കണം പാർട്ടിക്കാർ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.